എത്രയോ സുജൂദിടുന്നതിനേക്കാളേറെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ് ഈ ഒരു മണിക്കൂറിന്റെ ഇരുത്തം. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിന് തോപ്പായത് വെറുതല്ല. സ്വർഗത്തിന്റെ തോപ്പായത് വെറുതല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ എപ്പോഴും പള്ളിയിൽ നിന്ന് പെട്ടെന്ന് മടങ്ങി വന്നിരുന്ന അലിയാർ തങ്ങള്, പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങള്, ഹബീബായ നബി തങ്ങളുടെ മരുമകനായ അലിയാർ തങ്ങള് ഒരവസരം അതാ പള്ളിയിൽ നിന്നിട്ട് വരുമ്പോ വൈകി പോകുന്നു, ലേറ്റായി വരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വല്ല ഭർത്താവ് പ്രിയപ്പെട്ട അലിയാർ തങ്ങള്, നിങ്ങന്റെ വൈകിയത്, നിങ്ങന്റെ വീടണയാൻ വീട്ടിലേക്ക് എത്താൻ നിങ്ങൾ ലേറ്റായതെന്ത്, നേരം പോയതെന്ത് എന്ന് അവിടുന്ന് ഭർത്താവിനോട് ചോദിച്ച നേരം അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാനിന്ന് വൈകാനുള്ള കാരണം, ഞാനിന്ന് വീട്ടിലേക്ക് എത്താൻ ലേറ്റാവാനുള്ള കാരണം, ഞാൻ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് വരികയാണ്. സ്വർഗത്തിന്റെ തോപ്പിൽ നിന്ന് വന്നതുകൊണ്ടാണ് ലേറ്റായി പോയത് എന്ന് അലിയാർ തങ്ങൾ പറഞ്ഞ നേരത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുകയാണ്, അലിയാർ തങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ തോപ്പോ, ഈ ദുനിയാവിൽ സ്വർഗത്തിന്റെ ഭാഗമോ, അതെവിടെയാണ്, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോ അലിയാർ തങ്ങൾ പറഞ്ഞു, അതേ ഫാത്തിമ, മുസ്തഫ നബി തങ്ങൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഇൽമിന്റെ മജ്ലിസ്, ഇതുപോലെ ഇൽമു പറയപ്പെടുന്ന മജ്ലിസ്, അല്ലാഹുവിന്റെ ദീൻ ചർച്ച ചെയ്യപ്പെടുന്ന മജ്ലിസ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെടുന്ന മജ്ലിസ്, ഹിയ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫാത്തിമ, ഞാൻ മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിന്റെ മജ്ലിസിൽ ഒരിച്ചിരി നേരം ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് വരികയാണ് ഫാത്തിമ. ആ ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ തോപ്പായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വരുമ്പോഴാണ് വൈകിയതെന്ന് അലിയാർ തങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ പ്രഭാഷണം കേൾക്കുന്ന പെങ്ങള്, എന്റെ വയൽ കേൾക്കുന്ന ഉമ്മ, നിങ്ങളെ മജ്ലിസ്, ഈ ഇരുത്തം കേവലം ഒരു മജ്ലിസല്ല, സ്വർഗത്തിന്റെ ഭാഗമാണ്.